ഹലോ, വളരെയധികം സന്തോഷത്തോടെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മുടെ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ തിരുവനന്തപുരത്ത് വെച്ചിട്ട്, അതായത് രജത ജൂബിലി ആഘോഷമായിരുന്നു ഫെബ്രുവരി 18-ന്. അന്ന് അവിടെ ഫംഗ്ഷന് പോയിട്ട് എന്താ പറയുക, നേരിട്ട് വാങ്ങിയൊരു അഡ്വൈസാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അഡ്വൈസ് വാങ്ങിയിട്ട് ഫെബ്രുവരി 18-നാണ് വാങ്ങിയത്. അത് കഴിഞ്ഞിപ്പം എന്താ പറയുക, അപ്പോയിൻമെൻറ്റ് ലെറ്ററും കൂടി ബാങ്കിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. അതും അസിസ്റ്റൻറ്റ് സെക്രട്ടറി പോസ്റ്റിലേക്കാണ് ഈ ഒരു അഡ്വൈസും അപ്പോയിൻമെൻറ്റ് ലെറ്ററും എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇപ്പം എന്താ പറയുക, വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇതിന് വേണ്ടി എന്താ പറയുക, നമ്മൾ ഒരുപാട് നാളത്തെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പഠിക്കുന്ന എല്ലാവർക്കും എന്താ ആഗ്രഹം ഉണ്ടാവുക, നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും ആഗ്രഹം അല്ലേ. അപ്പം ആ ഒരു ആഗ്രഹ സഫലീകരണം എന്ന് തന്നെ പറയാം ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എന്താ പറയുക, രാത്രിയും പകലും നമ്മളിരുന്ന് പഠിക്കുന്ന സമയത്ത് നമ്മുടെ പിറകുന്ന് കുത്തുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാവാം. ചിലപ്പോൾ നമ്മളെ കൂടെയുള്ള ആൾക്കാർ തന്നെ ഉണ്ടാവാം. ചില ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് പോലും സപ്പോർട്ട് കിട്ടില്ല. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡായാലും എൻ്റെ മോളായാലും എൻ്റെ കുട്ടികളെ എല്ലാം എനിക്ക് നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു തന്നിരുന്നു. പിന്നെ ബന്ധുക്കൾ എന്താ വെച്ചാൽ നമ്മുടെ അകന്ന ബന്ധുക്കളും നാട്ടുകാരൊക്കെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്ന് എക്സാം ആണോ, ഇത് എക്സാം മാത്രമേ എഴുതുന്നുള്ളൂ, വല്ല കാര്യമുണ്ടോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഒരു ഇതോട് കൂടി നമുക്ക് എന്താ പറയുക, അവരോട് നമ്മൾക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് ആ സമയത്തൊന്നും പറയണ്ട, നമ്മൾ മിണ്ടാണ്ടിരിക്കുക. അങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, വീട്ടിൽ പോവാം, നമ്മുടെ ബുക്സും കാര്യങ്ങളും എടുത്ത് വെച്ച് പഠിക്കുക. എന്നിട്ട് എക്സാം ക്രാക്ക് ചെയ്ത് ഇതുപോലൊരു അഡ്വൈസും അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ കയ്യിൽ വാങ്ങിയതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് അവരോട് ഇതിനുള്ള മറുപടി പറയേണ്ടത്. അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ പിന്നെ എല്ലാവരോടും, എൻ്റെ വീട്ടിലുള്ളവരോടത്തും എൻ്റെ അമ്മയോടും അച്ഛനോടും എല്ലാവരോടും, ഹസ്ബൻഡിൻ്റെ അടുത്ത് എല്ലാവരടുത്തും എനിക്കൊരുപാട് നന്ദിയുണ്ട്. പിന്നെ കൂടുതലൊന്നും പറയാനുള്ള ഒരിതില്ല. ഇപ്പം വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഇന്നലെ അപ്പോയിൻമെൻറ്റും കൂടി കിട്ടിയതോടുകൂടി വളരെയധികം സന്തോഷത്തിലാണ് ഉള്ളത്. എന്തായാലും ഞാൻ അടുത്ത ആഴ്ച, അതായത് മാർച്ച് 9 കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കായിരിക്കും ഞാൻ എന്താ പറയുക, ഞാൻ സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും അനുഗ്രഹവും ആശംസയും എല്ലാം കൂടെ ഉണ്ടാവണം. താങ്ക് യു.